കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ജീവാമൃതം അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം മാതാവേ ലോകരാജ്ഞി ഈ ഭവനത്തിൻ നായിക നീ ആശ്രിതരാകും അടിയരിതാ നിൻ കനിവിനായി കേഴുന്നിതമ്മേ കനിവിനായി കേഴുന്നിതമ്മേ അമ്മേ മാതാവേ ലോകരാജ്ഞി ഈ ഭവനത്തിൻ നായിക നീ ആശ്രിതരാകും അടിയരിതാ നിൻ കനിവിനായി കേഴുന്നിതമ്മേ കനിവിനായി കേഴുന്നിതമ്മേ നീ മാതേ ഏഴകൾക്കാശ്വാസം നീയേ വിണ്ണിൻ പ്രകാശം നീ മാതേ ഏഴകൾക്കാശ്വാസം നീയേ കൃപതൻ നിറകുടമാകുമമ്മേ നീ ജീവിത വഴി വിളക്കായെന്നും
കൃപതൻ നിറകുടമാകുമമ്മേ നീ ജീവിത വഴിയിലക്കായെന്നും കാത്തിടുകെന്നുമി തലയിലെ നീ കാത്തിടുകെന്നുമി തലയിലെ നീ പരിശുദ്ധാത്മാവിന്റെ പ്രിയമെഴും ദാസിനി പരിപാവനീശോനമ്മേ പരിശുദ്ധാത്മാവിന്റെ പ്രിയമെഴും ദാസിനി പരിപാവനീശോനമ്മേ നിൻ തിരുജപമാലയുമായി സവിധേ വണങ്ങുന്നു സാദരം നിന്നെ നിൻ തിരുജപമാലയുമായി സവിധേ വണങ്ങുന്നു സാദരം നിന്നെ അലിവിൽ നിറയും മിഴികളുമായെന്നും നോക്കുക പാപികൾ ഞങ്ങളെ അമ്മേ അലിവിൽ നിറയും മിഴികളുമായെന്നും നോക്കുക പാപികൾ ഞങ്ങളെ അമ്മേ കരുണതൻ കരമിതിൽ ചേർത്തിടൂ കരുണതൻ കരമിതിൽ ചേർത്തിടൂ അമ്മേ മാതാവേ ലോകരാജ്ഞി ഈ ഭവനത്തിൻ നായിക നീ ആശ്രിതരാകും അടിയരിതാ നിൻ കനിവിനായി കേഴുന്നിതമ്മേ കനിവിനായി കേഴുന്നിതമ്മേ പരിശുദ്ധാത്മാവിന്റെ പ്രിയമെഴും ദാസിനി പരിപാവനീശോനമ്മേ പരിശുദ്ധാത്മാവിന്റെ പ്രിയമെഴും ദാസിനി പരിപാവനീശോനമ്മേ 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 പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് ജീവിതം നയിച്ച് സാക്ഷ്യമായി തീർന്ന നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും പഠിക്കുന്നതും നമ്മുടെ ജീവിതത്തെയും ബലപ്പെടുത്തുമെന്നതിന് സംശയമില്ല. നമുക്കൊരമ്മയുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരനുഭവമാണല്ലോ. അമ്മയുടെ ജീവിതത്തിലെ ഏതാനും ഭാവങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ശെമയോന്റെ പ്രവചനമാണ് ആദ്യമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ശെമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ അനേകരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരാളായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. ഈ വചനം കേട്ട അമ്മയുടെ മനോഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ നിമിഷം ചിന്തിക്കുക. ലോകത്തിൽ 3 തരം മനുഷ്യരുണ്ടെന്നാണ് പറയുക. ഒന്നാമത്തെ കൂട്ടർ കാര്യങ്ങൾ കേൾക്കും, അതുപോലെ തന്നെ മറന്നു കളയും. രണ്ടാമത്തെ കൂട്ടരാകട്ടെ കേൾക്കുന്നതെല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കും. മൂന്നാമതൊരു കൂട്ടരാകട്ടെ കേൾക്കുന്നവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും. ആദ്യത്തെ 2 കൂട്ടരെയും ആരും ഇഷ്ടപ്പെടുന്നില്ല. മൂന്നാമത്തെ ആളുകളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. മറിയത്തെക്കുറിച്ച് പറയുക, കേട്ട കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ്. കേട്ട കാര്യങ്ങളെല്ലാം ആഴത്തിൽ ചിന്തിച്ചത് കൊണ്ടാണ് അമ്മയ്ക്ക്
നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചത്. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ അനേകം കാര്യങ്ങൾ കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരുമാണ്. അവയെക്കുറിച്ച് അത് നല്ല കാര്യമാകട്ടെ, മറ്റു വേറെ എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, അവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് അത് നന്മയായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക. അമ്മയുടെ ഈ ഭാവം, ആഴത്തിൽ ചിന്തിക്കുന്ന ഭാവം നമുക്കും സ്വീകരിക്കാം. അമ്മയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമുക്കറിയാം. ഈജിപ്തിലേക്കുള്ള പലായനമാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം തിരുവചനം. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെടുക. കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നില്ല, കാലിത്തൊഴുത്താണ് ലഭിച്ചത്. ഈശോയെ കാണാൻ, ശിശുവിനെ കാണാൻ വന്നത് ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരുമാണ്, മറ്റാരും വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു നിമിഷത്തിലാണ് കർത്താവിൻ്റെ ദൂതൻ്റെ ഇപ്രകാരമുള്ള കൽപ്പന ലഭിക്കുക. ഒന്നും പ്രതികരിക്കുന്നില്ല, അനുസരിച്ച് പുറപ്പെടുകയാണ്. അനുസരിച്ചാൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ അനുസരിക്കാൻ തയ്യാറായാൽ നമുക്കും ഐശ്വര്യമുണ്ടാകും. ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്? നമ്മുടെ മേലധികാരികളെ, നമ്മുടെ മാതാപിതാക്കളെ, അധ്യാപകരെ, നമ്മുടെ കൂട്ടുകാരെ, നാമുമായി ബന്ധപ്പെടുന്നവരെയൊക്കെ അനുസരിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അമ്മയുടെ അനുസരണ ഭാവം നമുക്കും കൈമുതലാക്കിയാൽ ജീവിതത്തിൽ ഐശ്വര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. മൂന്നാമതൊരു സംഭവം നമ്മൾ കാണുന്നത് ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തുന്ന നിമിഷങ്ങളാണ്. എല്ലാവരും ഒരുമിച്ചാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് തിരുനാൾ ആഘോഷത്തിന് പോയത്. തിരിച്ചു പോന്നപ്പോൾ മാതാവ് വിചാരിച്ചു യോസേപ്പിതാവിൻ്റെ കൂടെ ഉണ്ണീശോ കാണുമെന്ന്. യോസേപ്പിതാവ് വിചാരിച്ചു മാതാവിൻ്റെ കൂടെ കാണുമെന്ന്. കുറേ ദൂരം പിന്നിട്ടപ്പോഴാണ് കൂടെ ഈശോ ഇല്ല എന്ന് മനസ്സിലാകുന്നവർ തിരിച്ചു നടക്കുകയാണ്. ദേവാലയത്തിൽ ചെന്നപ്പോൾ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് വാദിക്കുകയും തർക്കിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ വിസ്മയിച്ചു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 51 വരെയുള്ള വചനങ്ങളിലാണ് ഈ സംഭവം നമ്മൾ കാണുക. എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് അമ്മ ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉത്തരം പറയുന്നില്ല. വളരെ വിനീത ഭാവത്തോടെ അത് സ്വീകരിക്കുകയാണ്. അമ്മയുടെ വിനീത ഭാവമാണ് അമ്മയെ ഉയർത്തിയത്. സ്തോത്രഗീതത്തിൽ അമ്മ പറഞ്ഞു, അവിടുന്ന് ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തുവെന്ന്. പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, താണ നിലത്തെ നീരോടു എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് കുറവുള്ളതും അന്യം നിൽക്കുന്നതുമായൊരു ഭാവമാണ് വിനീത ഭാവം എന്ന് പറയുന്നത്, താഴ്ന്ന മനോഭാവം എന്ന് പറയുന്നത്. എവിടെയും മുൻപിൽ നിൽക്കണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള താൻ പോരിമ ഭാവത്തോടെ ജീവിക്കുന്ന നമുക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മ നമുക്ക് മാർഗദീപമാവുകയാണ്. വിനീത ഭാവം നേടാൻ, താഴ്ന്ന മനോഭാവത്തിൽ ജീവിച്ച് ഐശ്വര്യം ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങാൻ. വീണ്ടും മറ്റൊരു സംഭവം മാതാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പീഡിതനായ യേശുക്രിസ്തുവിനെ കാണുന്ന നിമിഷങ്ങളാണ്. ശരീരം മുഴുവൻ മുറിവേറ്റ് വ്രണിതനായി, ഇനി 1 ഇഞ്ച് സ്ഥലം പോലും വേദനയേൽക്കാത്തതോ മുറിവേൽക്കാത്തതോ ഇല്ലാത്തതായി യേശുവിനെ കാണുമ്പോൾ അമ്മയുടെ ഹൃദയഭാവം നമുക്കറിയാം. മംഗളവാർത്തയുടെ സമയത്ത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഇനി ഭവിക്കട്ടെ എന്ന ഹൃദയഭാവത്തോടെയാണ് അമ്മ ഇത് സ്വീകരിക്കുക. രക്ഷാകര പദ്ധതിയിൽ സഹകരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് മുൻപിൽ തൻ്റെ ജീവിതം അടിയറ വെച്ച അമ്മ എല്ലാ സഹനങ്ങളിലും അത് ഏറ്റെടുക്കാൻ തയ്യാറായി. നമ്മുടെയും ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മൾ, പീഡനങ്ങൾ ഏൽക്കുന്നവരാണ് നമ്മൾ. അപ്പോഴൊക്കെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന ഭാവത്തോടെ ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയാൻ നമുക്കായാൽ നമ്മൾ ജീവിതത്തിൽ വിജയം വരിക്കുന്നവരാകും.
മറ്റൊരു സംഭവം നമ്മൾ കാണുന്നത് ഈശോയുടെ മരണമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25, 26, 27 വചനങ്ങൾ. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാനും അടുത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. വളരെ സ്നേഹത്തോടെ തൻ്റെ പുത്രൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണതയോടെ ഇരു കരങ്ങളും നീട്ടി അമ്മ സ്വീകരിക്കുകയാണ്. വരാനിരിക്കുന്ന മുഴുവൻ ജനത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും അമ്മയായി വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഭാവം. നമ്മളും ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ദൈവഹിതപ്രകാരം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നവരാണോ നാം? നമുക്ക് ചിന്തിച്ച് നോക്കാം. അങ്ങനെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കണമെങ്കിൽ ദൈവ തൃക്കരങ്ങളിൽ നിന്ന് തന്നെ നമ്മളത് സ്വീകരിച്ചേ പറ്റൂ. മറ്റൊരു പ്രധാന സംഭവം നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഈശോയുടെ മൃതദേഹം കിടത്തുന്ന സംഭവമാണ്. എല്ലാ വേദനകളുടെ സകലങ്ങളുടെ പാരമ്യത അമ്മ അനുഭവിക്കുകയാണ്. കുരിശിൻ്റെ വഴിയിലെ 13-ാം സ്ഥലത്ത് നമ്മൾ ഇപ്രകാരം ധ്യാനിക്കുമല്ലോ, തൻ്റെ മകൻ മടിയിൽ കിടന്നുകൊണ്ട് അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അവൾ അനുഭവിച്ച വേദന എത്ര കഠോരമാണ് എന്ന്. എല്ലാ സഹനങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുമ്പോഴും അത് ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന അമ്മയുടെ മനോഭാവമാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. സഹനങ്ങളുടെ ഏകാന്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സഹനങ്ങൾ നമ്മളെ ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടി എന്ന് വരാം. അപ്പോഴൊക്കെ ഈ ഹൃദയഭാവത്തോടെ, മൗനഭാവത്തോടെ ഇത് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ മഹത്വമുള്ളവരായി തീരുക. ഒരമ്മ എന്നോട് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ആ അമ്മയ്ക്ക് ഒരു മകനാണ് ഉണ്ടായിരുന്നത്, ഏക മകൻ. അവൻ അപ്പനും അമ്മയും മകനും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിൽ എന്തോ നിസ്സാര കാര്യത്തിന് അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ എവിടെയാണെന്നോ അവനെക്കുറിച്ച് ഒരറിവുമില്ല. അന്വേഷിക്കാവുന്ന എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താനായില്ല. പക്ഷെ ഈ അമ്മ ചെയ്തൊരു കാര്യമുണ്ട്. എല്ലാ നാളിലും വിശുദ്ധ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുമ്പോൾ 13-ാം സ്ഥലത്ത് വരുമ്പോൾ അമ്മ പ്രാർത്ഥിക്കും, അമ്മേ, നിന്റെ മകനെ മടിയിൽ കിടത്താനെങ്കിലും നിനക്ക് കിട്ടിയല്ലോ, എൻ്റെ മകനെ മടിയിൽ കിടത്താനെങ്കിലും നീ ഒന്ന് കാണിച്ചു തരണമേ, ഒന്ന് കൊണ്ടുവന്ന് തരണമേ എന്ന് വിങ്ങിയ ഹൃദയത്തോടെ, നുറുങ്ങുന്ന ഹൃദയത്തോടെ ആ അമ്മ പ്രാർത്ഥിച്ചു. ആ അമ്മ പറയുകയാണ്, ഒരു 13-ാമത്തെ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് വളരെ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ ഒരു 13-ാം ദിവസം ഈ മകൻ വീട്ടിലേക്ക് കയറി വരികയാണ്. അമ്മയോട് പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങൾ സാധിക്കുമെന്ന്, അമ്മയുടെ ഭാവം ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന് ഈ അമ്മച്ചി പറയുകയാണ്. ഞാനിത് കേട്ടപ്പോൾ വേറൊരു അമ്മച്ചിയോട് പറഞ്ഞു, ആ അമ്മച്ചിക്ക് 20 വർഷങ്ങളായിട്ട് മക്കളില്ല, വിവാഹിതരായിട്ട് വലിയ സങ്കടവും ദുഃഖവും ഒക്കെ അനുഭവിക്കുകയും. അപ്പോൾ ആ അമ്മയോട് ഞാൻ പറഞ്ഞു, ഈ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പുറപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്ന കാര്യം, അതുകൊണ്ട് അമ്മ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുക, അമ്മേ, എനിക്ക് മടിയിൽ വയ്ക്കാൻ ഒരു കുഞ്ഞില്ലല്ലോ, അമ്മയ്ക്ക് ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നല്ലോ, എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചാലും എന്ന് എല്ലാ ദിവസവും വിശുദ്ധ ജപമാല ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു കുഞ്ഞിനെ കൊടുക്കാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവം തിരുമനസ്സായി. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ അമ്മയുടെ ഭാവത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വലിയ അതികഠിനമായ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ രണ്ട് കരങ്ങളും അത് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനായി, ഈശോയ്ക്കായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. മറ്റൊരു സംഭവം നമ്മൾ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നത് ഈശോയുടെ മൃതസംസ്കാര രംഗമാണ്. കാലിത്തൊഴുത്തിൽ ജനിച്ചു, കുരിശിൽ മരിച്ചു, അടക്കാൻ സ്വന്തമായ ഒരു സ്ഥലമില്ലാത്ത സാഹചര്യം, ആരുടെയും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന രംഗം, അന്യൻ്റെ കല്ലറയിൽ സംസ്കരിക്കുന്ന സമയം. യേശു മരിച്ച സ്ഥലത്തിലെ തോട്ടത്തിനടുത്ത് ഒരു കല്ലറയുണ്ടായിരുന്നു, അതുവരെ ആരെയും അടക്കാത്ത കല്ലറയായിരുന്നു അതെന്നും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം അന്യൻ്റെ കല്ലറയിലാണ് ഈശോയെ സംസ്കരിക്കുക. അമ്മയ്ക്ക് വലിയ വേദനയുടെ നിമിഷങ്ങളാണത്. പക്ഷേ ഈ വേദനയുടെ നിമിഷത്തിലും
അന്യൻ്റെ ഒരു ഉപകാരം സ്വീകരിക്കാൻ തയ്യാറാകുന്ന അമ്മയെയാണ് നമ്മൾ കാണുക. നമ്മുടെയും ജീവിത യാത്രയിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ സ്വന്തമാക്കേണ്ട നിമിഷങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എനിക്കത് വേണ്ട, അത് അപമാനമാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാതെ മറ്റുള്ളവരുടെ സഹായം ചെറുതോ വലുതോ ആകട്ടെ അത് സ്വീകരിക്കുന്ന മനോഭാവം നമുക്കും അമ്മയെ പോലെ സ്വന്തമാക്കാൻ സാധിച്ചാൽ ദൈവം നമ്മെയും മഹത്വപ്പെടുത്തും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ 7 ഭാവങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. ഒന്നാമത്തെ ഭാവം ഇതാണ്: നിന്റെ ഹൃദയത്തെ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്ന മനോഭാവം. രണ്ടാമത്തേത് അനുസരിക്കുന്ന മനോഭാവം. മൂന്നാമത്തേത് വിനീത ഭാവം. നാലാമത്തേത് ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന ഭാവം. അഞ്ചാമത്തേത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഭാവം. ആറാമത്തേത് 2 കരങ്ങളും നീട്ടി സഹനങ്ങളെ സ്വീകരിക്കുന്ന ഭാവം. ഏഴാമത്തേത് അന്യൻ്റെ ഉപകാരം സ്വീകരിക്കുന്ന ഭാവം. ഈ 7 ഭാവങ്ങളും അമ്മയിൽ നിറഞ്ഞു നിന്ന ഭാവങ്ങളാണ്, മറിയത്തിൻ്റെ ഭാവങ്ങൾ. ഈ ഭാവങ്ങൾ നമ്മുടെയും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നമ്മൾ സ്വീകരിച്ചാൽ നമുക്കും അമ്മയെപ്പോലെ ദൈവത്തോടൊത്ത് ബലപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. അതിന് പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മയോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന്, ഈശോയോട് ചേർന്ന് സാക്ഷ്യത്തിൽ ഉറച്ചു നിന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി മാറി ഈശോയ്ക്കും ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇഷ്ടപ്പെട്ട മക്കളായി വളർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും നമ്മുടെ ജീവിതം ഉന്നതമാക്കാം, വിജയമുള്ളതാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് മധ്യസ്ഥയായി നിലകൊള്ളട്ടെ. ദൈവത്തിന് സ്തുതി. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമത്തിൽ